ദേ എല്ലാരും കൂടി കേട്ടോ, ദേ ഈ കൊച്ചിനെ ഇവള് പ്രസവിച്ചതാ. ആ കൊച്ചിന്റെ തന്ത ആ നിക്കുന്നവനാ ഇവളുടെ ഭർത്താവ്. ഈ കേസ് ഒതുക്കാനേ നിന്റെ ഭർത്താവും നിന്റെ തന്തയും തള്ളയും എല്ലാരും കൂടെ ഒരുപാട് കാശ് മുടക്കിയതാ. ഒന്നും വേണ്ട, കൊച്ചിനും തള്ളയ്ക്കും ഒരു വീട് വെച്ചു കൊടുക്കാം, രഹസ്യമായി പൊറപ്പിക്കാന്നൊക്കെ ദേ ഇവൻ വാക്ക് കൊടുത്തതാ. എന്നിട്ട് എന്നെ കള്ളക്കേസ് കുടുക്കി അകത്താക്കി. എന്നിട്ട് എന്തായി? അനന്ത ഇവള് പറയുന്നത് കേട്ടോ, കുറെ നാളായി ഇവള് തുടങ്ങിയിട്ട്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക. ഈ സാറാണോ തീരുമാനം ഉണ്ടാക്കുന്നത്? കാര്യങ്ങളൊക്കെ ഈ സാറിനും അറിയാം, സാറിന്റെ ഭാര്യയ്ക്കും അറിയാം. ഭാര്യയില്ലേ, ഫാഷൻ ഡിസൈനർ ആൻസി വർഗീസ്. ഞങ്ങളെ ഒരേ സെല്ലിലായിരുന്നു. ആ എന്നാ നിങ്ങളൊരു കാര്യം കേട്ടോ, ഈ അനന്തൻ സാറിനറിയാം ഈ കൊച്ചിന്റെ തന്ത ഈ ഋഷിയാണെന്ന്. ഈ പല്ലവിയായിട്ടുള്ള കല്യാണം നടത്തരുത്, ഞാൻ മുടക്കുമെന്നും പറഞ്ഞ് ഈ വീട്ടിൽ എന്നെ തള്ളിവിട്ടതാ. ഓർമ്മയുണ്ടോ? എന്നിട്ടിപ്പോ ഒന്നും അറിയാതെ തീരുമാനം പറയാൻ നിൽക്കുന്നു. തീരുമാനമുണ്ട്. ഈ പറഞ്ഞതൊക്കെ ശരിയാ. ഈ കൊച്ചിന് വയറ്റിലുണ്ടെന്നും അതിന് കാരണക്കാരൻ ഋഷിയാണെന്നും എന്റെ അടുത്ത് ആദ്യം എന്ന് പറഞ്ഞത് ആരാ? ആൻസി വർഗീസ്. എന്നിട്ട് അവൾ എന്നെ ഉന്തിത്തള്ളി വിട്ടു, നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. എന്നിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചു. എന്റെ കയ്യിലില്ലാഞ്ഞിട്ട് ആൻസിയാ കൊടുത്തത്. അവൾക്കായിരുന്നല്ലോ ആവശ്യം. അതെ, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഭാര്യ പിഴച്ചതാണെന്ന്. അതുകൊണ്ട് ഞാൻ അതിന് കൂട്ടുനിന്നു. പക്ഷേ ആൻസി ഈ കൊച്ചിനെ കൂടെ കൊണ്ടുനടന്ന് പിഴപ്പിച്ചവൾക്ക് ഗർഭം ഉണ്ടാക്കി. ഒരുപാട് പരബന്ധം ഉണ്ടായിരുന്ന ആൻസി വർഗീസ് പ്രസവിച്ച 2 കുഞ്ഞുങ്ങളുടെ തന്ത ആരാണെന്ന് കണിയാര വെച്ച് ഗണിച്ചു നോക്കി പറയേണ്ടി വരുമെന്ന് അവളെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ ഭാര്യ. ആ ആൻസി വർഗീസിന്റെ ശിക്ഷയല്ലേ നീയും? അതുകൊണ്ട് നീ പ്രസവിച്ച കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് നീ പോയി ഗണിച്ചു നോക്ക്. ഇല്ലെങ്കിൽ പോയി DNA. അല്ലാതെ ഇവിടെ കയറി വന്ന് അവകാശം പറഞ്ഞുകൊണ്ട് വന്നാ കേസ് വേറെയാ. ചിറ്റപ്പൻ എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നും അല്ല സത്യം. നീ മിണ്ടരുത്. നീ ആൻസി വർഗീസിന്റെ ഓശാരവും വാങ്ങി സ്വന്തം ഭർത്താവിനെ ചവിട്ടി പുറത്താക്കി വല്ലവന്റെ കൊച്ചിനെ അവന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുമായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ? ആൻസി വർഗീസും KGSും കൂടി ക്ലാസ് കൊടുത്ത് വിട്ടിരിക്കുക. ഞാൻ അറിഞ്ഞു ഈ തള്ളക്കാരാ ജാമ്യം ഉണ്ടാക്കി കൊടുത്തെന്ന്. KGS അല്ലേ? അപ്പൊ ഇതൊക്കെ ആരുടെ കളിയാ? KGSും ആൻസി വർഗീസും ദാ ഇപ്പോ നിങ്ങളുടെ പുന്നാര മോളും പുതിയ കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കാം. ഇറങ്ങിക്കോളണം ഇവിടുന്ന്. ഇപ്പൊ ഇറങ്ങിക്കോണം. ചിറ്റപ്പന് ഭ്രാന്ത് പിടിച്ചോ? സത്യം എന്താ മനസ്സിലാക്കാത്തത്? നീ മിണ്ടരുത്. നിനക്ക് മിണ്ടാനുള്ള യോഗ്യതയില്ല. ചിത്രേച്ചി പറഞ്ഞു വിട്. നിങ്ങളെ പഠിക്കകത്ത് കയറ്റരുത്. പറഞ്ഞു വിടല്ലാത്തിനെയും. ദേ സാറേ, ഞങ്ങൾ പൊയ്ക്കോളാം. വെറുതെ അല്ല സാറേ, നിയമം പോലീസും ഒക്കെ ഈ നാട്ടില്. ആൻസി ചേച്ചി എല്ലാരും കൂടെ ചതിച്ചു, എന്നെയും ചതിച്ചു. ചതിക്കുന്നവരുടെ ഒരു കൂട്ടുകൂടും ഇത്. ഒരു കാര്യം നീ ഓർത്തോ, ഞങ്ങള് 2 പെണ്ണുങ്ങളുടെയും കണ്ണീരായിരിക്കും ഈ കുടുംബം വെണ്ണീറാക്കാൻ പോകുന്നത്. നീ ഓർത്തോ? വാ കുഞ്ഞമ്മേ. ആ സാറുമാരെ, കോടതി കാണാം. കേട്ടോടാ.